നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരുടെ രണ്ടാമത്തെ സംഘവുമായി യുഎസ് വിമാനം അമൃത്സറിലെത്തി. മൂന്നാമത്തെ സംഘം ഇന്നെത്താനും സാധ്യത. കഴിഞ്ഞ മാസം ഡൊണാൾഡ് ട്രംപ് യുഎസ് പ്രസിഡന്റായി അധികാരമേറ്റതു മുതൽ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ രാജ്യത്തെ നിയമനിർവഹണ ഏജൻസികൾ നടപടികൾ കർശനമാക്കിയിരുന്നു. നടപടികളുടെ ഭാഗമായി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഹരിയാന, ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 104 ഇന്ത്യൻ പൗരന്മാരുമായി ആദ്യത്തെ വിമാനം അമൃത്സറിലെത്തിയത്. ഈ മാസം 5-ന് 104 പേരെ വിലങ്ങുവച്ചും ചങ്ങലക്കിട്ടുമൊക്കെയാണ് കൊണ്ടുവന്നത്. ഇത് വലിയ വിവാദവുമായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നതും വലിയ രോഷത്തിന് കാരണമായിരുന്നു. നീക്കത്തിൽ ഇന്ത്യ അമേരിക്കയെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചത്. അമേരിക്കയെ സന്ദർശിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഈ കാര്യത്തിൽ അനുകൂല നടപടികളൊന്നും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. യുഎസ് സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് വന്ന അതേ ദിവസം തന്നെയാണ് കുടിയേറ്റക്കാരുമായുള്ള രണ്ടാമത്തെ സൈനിക വിമാനം ഇന്ത്യയിലെത്തിയത്. ഇവരിൽ ഭൂരിഭാഗം പേരും മെക്സിക്കോ അതിർത്തിയിലൂടെയും മറ്റ് മാർഗങ്ങളിലൂടെയും അനധികൃതമായി യുഎസിലേക്ക് കടന്നു കയറിയവരാണ്. കൂടാതെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള മറ്റ് രേഖകളൊന്നും ഇവരുടെ കയ്യിലില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അനധികൃത കുടിയേറ്റത്തിനെതിരെ നടപടി തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ യുഎസിൽ നിന്നുള്ള ഇന്ത്യക്കാരുമായുള്ള യുഎസ് സൈനിക വിമാനം പഞ്ചാബിലെ അമൃത്സറിലെത്തി. 119 പേരുമായാണ് ഇന്നലെ രാത്രി ഏകദേശം 11:40-ന് അമേരിക്കൻ സൈനിക വിമാനം C-17 ഗ്ലോബ് മാസ്റ്റർ അമൃത്സറിൽ എത്തിയത്. പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, ഗോവ, UP, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ, കേന്ദ്രമന്ത്രി റവ്നീത് സിംഗ് ബിട്ടു എന്നിവർ ഇവരെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിൽ എത്തിയിരുന്നതുമാണ്. പഞ്ചാബിൽ നിന്നുള്ള 67 പേരാണ് പുതിയ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഹരിയാനയിൽ നിന്ന് 33 പേരും ഗുജറാത്തിൽ നിന്ന് 8 പേരുമുണ്ട്. ഉത്തർപ്രദേശ്, ഗോവ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഈ 2 പേര് വെച്ചും അതുപോലെ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഓരോ വ്യക്തികൾ എന്നിവരാണ് പുതിയ സംഘത്തിലുള്ളത്. 157 കുടിയേറ്റക്കാരുമായി മൂന്നാമത്തെ വിമാനം ഇന്നെത്തുമെന്നും കരുതുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരിക്കുകയാണ്. നാട് കടത്തുന്നവരെ അമൃത്സറിൽ എത്തിക്കുന്നതിനെതിരെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. പഞ്ചാബിനെ കേന്ദ്രം അപകീർത്തിപ്പെടുത്തുകയാണെന്നാണ് പഞ്ചാബിന്റെ ആരോപണം. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വഹിച്ചുള്ള വിമാനം ഉത്തർപ്രദേശിലെ ഗസിയാബാദിലെ ഹിൻടൺ വിമാനത്താവളത്തിലും അതുപോലെ ഫ്രാൻസിൽ നിന്നുള്ള റഫേൽ ജെറ്റുകൾ ഹരിയാനയിലെ അംബാലയിലും ഇറക്കിയെങ്കിലും നാട് കടത്തപ്പെട്ട ഇന്ത്യക്കാരെ വഹിച്ചുള്ള വിമാനങ്ങൾക്ക് രാജ്യ തലസ്ഥാനത്ത് ഇറങ്ങാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. പഞ്ചാബിനെ അപകീർത്തിപ്പെടുത്താൻ BJP ഗൂഢാലോചന നടത്തുന്നതുകൊണ്ടാണ് അഹമ്മദാബാദിനെയോ അംബാലയെയോ തിരഞ്ഞെടുക്കാത്തതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. അതേസമയം മന്നിന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ BJP വിഷയം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ചു. രജൌരി ഗാർഡനിൽ നിന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട BJP MLA മഞ്ജീന്ദർ സിംഗ് സിർസയാണ് മന്നിന്റെ പരാമർശങ്ങളോട് രൂക്ഷമായി പ്രതികരിച്ചത്. പഞ്ചാബികളുടെ കുടിയേറ്റം അവസാനിപ്പിക്കുമെന്ന വാഗ്ദാനം നടപ്പാക്കാതെ മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണെന്ന് PCC അധ്യക്ഷൻ പ്രതാപ് സിംഗ് ബാജ്പേയിയും പറഞ്ഞു.